അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി ഹുബ്ബി യദീക ലതഹീലതി അതിരിക്കിനി യാ റസൂലല്ലാഹി യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. ഔസത്തു മഗ്ഫിറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ പരിചയപ്പെടുത്തി സ്വഹാബത്തിനോട് ചെയ്ത ഒരു പ്രഭാഷണത്തിൽ കാണാം. റമളാനിൻ്റെ ആ നടുവിലത്തെ പത്ത് പാപമോചനത്തിൻ്റെ പത്താണ്. അപ്പോൾ ഈ ഒരു 10 ദിവസങ്ങളിൽ നാം നിരന്തരമായി ചൊല്ലുന്ന വർദ്ധിപ്പിക്കുന്ന ദിക്ർ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നാണ്. അള്ളാഹുവേ, എൻ്റെ ദോഷം നീ പൊറുക്കണേ, ലോകരക്ഷിതാവായ റബ്ബെ എൻ്റെ ദോഷം നീ പൊറുക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയാണ്, ആ ദിക്റാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ദോഷം പൊറുക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്നൊരവസരമാണ്, ഒരു ഓഫറാണിത്. നോക്കൂ, യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ പഠിച്ചത് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷേ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മനുഷ്യരായിട്ടാണ് നമ്മളെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന നിലക്ക് നമ്മളിൽ നിന്ന് പാപങ്ങൾ വരാം, നമ്മളിൽ നിന്ന് കുറ്റങ്ങൾ വരാം, സ്വാഭാവികമാണ്. പക്ഷേ ആ വന്ന കുറ്റങ്ങളെ പൊറുക്കാനും പൊറുപ്പിക്കാനുമുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു 10. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 നമ്മൾ കഴിഞ്ഞ 10 കാരുണ്യം നമ്മൾ ചോദിച്ചതുപോലെ ഈ ഒരു 10 നമുക്ക് പാപമോചനമാണ് ചോദിക്കാനുള്ളത്. മഗ്ഫിറത്തിൻ്റെ 10, പാപമോചനത്തിൻ്റെ 10. എന്താണ് പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ, തെറ്റുകൾ. ആ തെറ്റുകൾ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ നകത നുഖ്തതുൻ സൗദാഉ ഫീ ഖൽബി, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അവൻ്റെ ഹൃദയത്തിൽ വീഴും. ഫഇൻ താബ വസ്തഗ്ഫറ സഖല ഖൽബുഹു, ഒരാൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം തെളിഞ്ഞതാകും. വഇല്ലം യതുബ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിട്ടില്ല, എന്നാൽ പശ്ചാത്താപം നടത്തിയിട്ടില്ല എങ്കിൽ സാദത്ത് അത്താ തഅലു ഖൽബഹു, അതിങ്ങനെ വർദ്ധിച്ച് അവൻ്റെ ഹൃദയങ്ങൾ നിറയുന്നൊരവസ്ഥ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നമ്മുടെ ഹൃദയങ്ങളെ ദോഷത്തിൽ നിന്ന്, തെറ്റിൽ നിന്ന് ശുദ്ധിയാക്കാൻ, അത് വൃത്തിയാക്കാൻ നാം ഉപയോഗിക്കേണ്ടത് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടാണ്, പശ്ചാത്തപിച്ചിട്ടാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും പശ്ചാത്താപവും നമ്മുടെ മേൽ നിർബന്ധമാണ്, ബാധ്യതയാണ് എന്നുള്ള കാര്യം ഒരിക്കലും നാം മറന്നു പോകാൻ പാടില്ല. അത് അങ്ങനെ നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ, ഇസ്തിഗ്ഫാർ ചൊല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കറുകറുത്തു പോകുന്നതാണ്. കറുകറുത്തു പോകുമ്പോൾ നന്മകൾ അതിലേക്ക് ചേരാതെ വരും, കടക്കാതെ വരും. അങ്ങനെ നന്മ ചെയ്യാൻ ഉത്സാഹമില്ലാതെ, ഉന്മേഷമില്ലാതെ നാം ഒരു തെറ്റിനോട് മാത്രം താല്പര്യമുള്ളവരായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണം, ഹൃദയം വൃത്തിയാക്കണം. അത് നാം ചെയ്യേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.